ഇത് പെരിയാർ വള്ളക്കടവ് പോകുന്ന ബസ്സാണ്. ഇവിടങ്ങളിലെ ഈ ചെറിയ വണ്ടി അങ്ങനെ കാണാറുള്ളേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്ത് വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ താഴെയുള്ള വള്ളക്കടവാണ് കേട്ടോ. ഇവിടെ ഞാൻ ഈ വഴിക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നായിരുന്നേ. അപ്പോൾ വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രോ ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതാണ് എനിക്ക് ഇൻട്രോ നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇതെടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടേ അത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് കാണണം. ഇതിന് പുറകെ കാണുന്ന കെട്ടിടം കണ്ടല്ലോ, പഴയ ഒരു STD ബൂത്ത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു STD ബൂത്താണേ. ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് മൊത്തം കാഴ്ചകൾ ഈ വള്ളക്കടവ്, മുല്ലപ്പെരിയാർ, വണ്ടിപ്പെരിയാർ ഈ മേഖലയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ശബരിമലയ്ക്ക് സ്വാമിമാർ നടന്നു പോകാൻ തുടങ്ങി കേട്ടോ. ഉച്ചക്ക് ഒന്നാമത്തേക്ക് അവിടെ ചെല്ലണ്ടേ, അതിനുവേണ്ടി പോകുന്ന. ഇത് വണ്ടിപ്പെരിയാർ കക്കിക്കവല എന്ന് പറഞ്ഞ സ്ഥലമാണേ. അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ടോ, അത് വള്ളക്കടവും ഗവിയൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു തേയില ഫാക്ടറിയുടെ ടീ ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ നമുക്ക് കാണാതെ. കോണിമാര ഇവർക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അവിടെ. ആ ഫാക്ടറിയാണ് ആ കാണുന്നത്. ചില സമയത്തൊക്കെ ഫാക്ടറി തുറന്ന് നമ്മളെ തേയിലയൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുവേ. പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. വണ്ടിപ്പെരിയാർ കക്കിക്കവലൊക്കെ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് വള്ളക്കടവ് റൂട്ടിലേക്ക് അങ്ങ് പോവാം. സ്വാഗതം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്, വള്ളക്കടവിന് 8 കിലോമീറ്റർ. നമുക്ക് ഈ തേയിലക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ. നല്ല വഴിയാണേ. തേയിലക്കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവുക. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, പത്തനംതിട്ട ഗവി. അത് നമ്മൾ ഈ റൂട്ടിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, വള്ളക്കടവ് വരെ പോകുന്നുള്ളൂ. ആ പോകും വഴിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തേയില ഉണങ്ങുന്ന മണം വരുന്നുണ്ട് കേട്ടോ ആ ഫാക്ടറിയിൽ നിന്ന്. ഇവരുടെ തോട്ടമാണ്, അങ്ങോട്ടുള്ളതല്ല. ജോലിക്കാരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളൊക്കെ കാണാം. ഇവർക്ക് തേയില മാത്രമല്ല, കാപ്പി കൃഷിയുണ്ട് കേട്ടോ. കാപ്പിക്കുരിയൊക്കെ പഴുത്തങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ജനുവരി ആവുന്നതിന് മുമ്പ് പറിക്കാമെന്ന് തോന്നുന്നു. പഴുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട സ്വാമിമാരെ ഈ വള്ളക്കടവ് സത്രം വഴിയാണ് കേട്ടോ ശബരിമലയ്ക്ക് നടന്നു പോകുന്നത്. അവർ പോകുന്നുണ്ടോ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ നല്ല തേയിലത്തോട്ടമൊക്കെ കാണാവേ. അതുപോലെ നല്ല കാറ്റടിമരങ്ങളൊക്കെ അങ്ങനെ ചില്ലയൊക്കെ വെട്ടി നിർത്തിയേക്കുന്നുണ്ടോ. അതിന് ഇടയ്ക്കൂടെ ഓരോരോ കോട്ടേജുകളെ ഇരിക്കുന്നുണ്ടോ. അത് കാണാനൊരു വേറൊരു ലെവലാട്ടോ. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ പണിതാണേ. ഒരു കളറൊക്കെ അവിടെ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി മുകളിലോട്ടും നല്ല തേയിലത്തോട്ടങ്ങളാണേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു രാവിലെയൊക്കെ കാണുവാണ് ഒത്തിരി നല്ലതാണേ. മഞ്ഞൊക്കെ കയറി കിടക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം കേട്ടോ. ഇടയ്ക്കൂടെ ഈ കുരുമുളക് വള്ളികളും ഉണ്ടേ. അപ്പോൾ 2 തരം കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ഇവർ ചെയ്യുന്നത്. തേയിലയുണ്ട്, കുരുമുളകും ഉണ്ട്. അവിടെയും കുറച്ച് വീടുകളൊക്കെ കാണാം. അതൊന്നും തോട്ടത്തിനുള്ളിൽപ്പെട്ടതല്ലാന്ന് തോന്നുന്നു, വേറെയാന്ന് തോന്നുന്നു. കക്കിക്കവലയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന റോഡായത് കേട്ടോ. നമ്മളീ അയ്യപ്പന്മാർക്കൊപ്പമാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിലൊരു കോട്ടേജ് കാണാം. തൊഴിലാളികളുടെ കോട്ടേജാണ്. പണി കഴിഞ്ഞ് ആരും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം നമ്മളിങ്ങ് വന്നപ്പം ഇവിടെ ഈ വഴി സൈഡിലൊരു അമ്പലമൊക്കെ കാണാവേ. ഈ തമിഴ്നാട് ശൈലിയിൽ നിർമ്മിച്ച അമ്പലമായതുകൊണ്ട് കാണാൻ നല്ലതാണ്. ഒരു ചെറിയ അമ്പലവും ഒരു വലിയ അമ്പലവും. ഒരു ഓഫ് റോഡ് ജീപ്പ് അവർക്ക് എന്തോ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടേ. ഒരു പേരമരമൊക്കെ നിൽക്കുന്നു. പക്ഷെ അവിടുത്തെ പേരക്കാവൊന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് മുന്നോട്ടൊരു വഴി പോകുന്ന കാണാം. അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലെ ലൈൻസിലേക്കും നമ്മൾ നേരത്തെ മോളിൽ കണ്ടില്ല 2-3 വീടൊക്കെ ഇരിക്കുന്നത്.
അങ്ങോട്ടൊക്കെ ഉള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ വഴി സൈഡിൽ കുറച്ച് ചെമ്പക മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ചെമ്പക പൂവിൻ്റെ മണം വരുന്നുണ്ട്, പൂവൊന്നും കാണുന്നില്ല. ഇവിടെ നിന്നും നമുക്ക് ഈ തേയിലച്ചെടികളുടെയൊക്കെ ഭംഗിയൊക്കെ ഒത്തിരി ആസ്വദിക്കാമേ. ആ മരങ്ങളും തേയിലച്ചെടിയും കണ്ടോ. ഈ ഒരു അമ്പലമേ ഇതിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാൻ നല്ലതാണേ. സ്വാമിമാരെ പിന്നെയും കണ്ടു കേട്ടോ. അവരിപ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ വന്നു. വീണ്ടും ഒരു ഓഫ് റോഡ് ജീപ്പ് വരുന്നുണ്ടേ. ഇവിടെ നിന്നും മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട്. ഈ വഴിക്ക് പോകാൻ നമുക്ക് നല്ലൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് ദൂരം ഇങ്ങനെ കാണാൻ നമുക്ക് പറ്റുള്ളൂ, കാരണം സമയമില്ലല്ലോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ പേര് കണ്ടോ, പോപ്സ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇഞ്ചിക്കാട് എസ്റ്റേറ്റ്. ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ആട്ടോ ഇത്, വണ്ടിപ്പെരിയാറുള്ള. സ്വാമിമാർ നമ്മുടെ മുന്നേ പൊക്കോണ്ടിരിക്കുവാണേ. നമുക്ക് അവരുടെ മുന്നേ കയറി പോകണം. ഇപ്പം നമ്മൾ ഇഞ്ചിക്കാട് ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്, അപ്പുറത്തൊരു അമ്പലമുണ്ട്, ആൽത്തറയുണ്ട്. ഇതുണ്ടോ ചെറിയൊരു കട, ഒത്തിരി ഭംഗിയുണ്ട്. പെട്ടിക്കടയാണെങ്കിലും ഇവിടെ ചെറുകടികളൊക്കെ ഉണ്ട്. ഏത്തക്കാവളിയുണ്ട്, ബോണ്ട ഉണ്ട്, ഒരണ്ണനുണ്ട്, ഒരക്ക ഉണ്ട്. എന്നാ ഉണ്ട് പേരെന്നാ? കൃഷ്ണൻ. ചെറിയ കച്ചവടമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. അക്കടെ പേരെന്നാ? പാർവതി. ആ, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്ന വഴിക്ക് ഇവിടെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം ശരിയെന്നാ, നമുക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ചായ കുടിക്കാം. നേരത്തെ ഒരു കടിച്ചായ ഞാൻ അവിടുന്ന് കുടിച്ചേ ഉള്ളേ. ആ, ഇവിടുന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. എസ്റ്റേറ്റ് അല്ലേ, ഇഞ്ചിക്കാട് എസ്റ്റേറ്റ്. ആ ആ സ്വാമിമാർ വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയായത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാമിമാരെ വീണ്ടും കണ്ടുമുട്ടി. അവരതാ ആ അമ്പലത്തിലേക്ക് കയറി കേട്ടോ. നമുക്ക് ആ അമ്പലവും ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാവേ. ആണല്ലേ, ആ ആയിക്കോട്ടെ. അപ്പം അവിടെ ഒരു ബാലമുരുകൻ ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ട്രാക്ടറൊക്കെ കിടക്കുന്നതാണ്. നമുക്ക് ഇച്ചിരി അടുത്തൊക്കെ പോയി കാണാവേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു ആശുപത്രിയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അത് അങ്ങോട്ടൊരു വഴിയുണ്ട്. പഴയ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഈ പഴയ മേഖലയൊക്കെ കാണാനാണ് നല്ലത്. ഒരു ചെറിയ വെള്ളച്ചാട്ടമല്ല, ഒരു വെള്ളച്ചാലം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ആ വെള്ളച്ചാലം ഇവിടുന്ന് എന്നിട്ട് അവിടെ മറ്റൊരു വെള്ളച്ചാലുമായിട്ട് യോജിച്ചാണ് പോകുന്നത്. ഈ ആൽമരത്തിൻ്റെ ഇപ്പുറത്തെ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ എന്താ എഴുതി വെച്ചിരുന്നു, നോക്കാം എന്നാന്ന്. ഇതെന്നായിരുന്നു ഈ കെട്ടിടം? ആ, മസ്റ്റർ ഓഫീസാണ് എസ്റ്റേറ്റിൻ്റെ. തൊഴിലാളികളൊക്കെ രാവിലെ ഇവിടെ വന്ന് മസ്റ്ററൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ വകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് കയറുന്നൊരു വഴിയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ ആൽമരത്തിൻ്റെ അപ്പുറത്ത് ഈ അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട്. ശബരിമലയ്ക്കൊക്കെ പോകുന്ന തീർത്ഥാടകരൊക്കെ ഇതിലെ വന്ന അമ്പലത്തിലൊക്കെ കയറിയിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മുടെ ഒപ്പം വന്ന സ്വാമിമാരൊക്കെ ഇവിടെയൊക്കെ കയറിയിട്ടാണ് പോയത്. ഇപ്പോൾ ഗണപതി അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. ബാലമുരുകൻ ക്ഷേത്രം അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം മുരുകൻ്റെ ക്ഷേത്രം, ചെറിയ ബാലസുബ്രഹ്മണ്യൻ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചല്ലേ. എന്തായാലും ഈ അമ്പലം കാണാൻ നല്ലതാണേ. അതും ഒരു മസ്റ്റർ ഓഫീസാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നുണ്ടോ. തോട്ടത്തിലേക്ക് മരുന്നൊക്കെ അടിക്കാനും വെള്ളം കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ തേയില കൊളുന്തൊക്കെ എടുത്തുകൊണ്ട് വരാനും ഈ ട്രാക്ടർ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഭാഗത്ത് വന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു കാഴ്ചകളൊക്കെ കിട്ടുന്നത്. ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഇതൊക്കെ എത്ര വർഷം മുമ്പ് പണിതായിരിക്കും അല്ലേ. അതുപോലെ ഈ അമ്പലം എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള അമ്പലമൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തെ ആ കെട്ടിടം കാണാനും പണിക്കാർക്ക് കാപ്പി ഇട്ട് കൊടുക്കാനുള്ളതാണ്. ആ കാണിക്കവഞ്ചിയുടെ അപ്പുറത്ത് ചെറിയ കെട്ടിടം കണ്ടോ, അത് അവിടെ ഒരു ചേച്ചിയൊക്കെ നിൽപ്പുണ്ട്. വള്ളക്കടവിന് പോകുന്ന കുട്ടി ബസ് കണ്ടോ, മുബാറക്കിൻ്റെ.
നമുക്ക് ഈ ആൽമരത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഒരുപാട് വലിപ്പമുള്ളൊരു ആൽമരമാണ്. ഇലയൊക്കെ പൊഴിച്ചിങ്ങനെ നിൽക്കുവാണ്. എത്ര വർഷം പഴക്കം കാണുമല്ലേ? എനിക്ക് തോന്നുന്നു 100 വർഷത്തിന് മേളിലെങ്കിലും ഇതിന് പഴക്കം കാണുമേ. നമുക്കിനി മുന്നോട്ട് കുറച്ച് പോയാൽ മുല്ലപ്പെരിയാർ കാണാം. ഇവിടുത്തെ റോഡ് അത്ര റെഡിയല്ല കേട്ടോ. ഇതൊക്കെ കണ്ടോ, കാലപ്പഴക്കം കൊണ്ടേ തകർന്നു പോയ കെട്ടിടങ്ങളാണേ. ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പുറത്തും ഒരു കെട്ടിടം കാണുന്നുണ്ട്, അത് പിന്നെ പ്രവർത്തനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് മുന്നോട്ട് ചെന്നാൽ മുന്നിൽ ഒരു ചെറിയ ഒരു സിറ്റിയൊക്കെ ഉണ്ടേ. അതുകൊണ്ട് അവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. ഒരു കാപ്പി ഇങ്ങനെ കുരുവൊക്കെ പഴുത്തു നിൽക്കുന്നുണ്ടോ. പിന്നെ ഇതാ മുന്നിൽ ആ സിറ്റി ഇതോ കേട്ടോ. ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണേ. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയൊക്കെ പോകണ്ടേ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഇവിടെ ഒരു ഗേറ്റും മതിലൊക്കെ കാണാവേ. ഇത് കടന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തേയില എസ്റ്റേറ്റാണ്. ഈ കിടക്കുന്ന വഴിയൊക്കെ കണ്ടോ, എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡാണേ. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇവിടെയും ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാവേ. അതിൻ്റെ അപ്പുറത്തൊരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കറുപ്പുപാലം എന്നാണ് കേട്ടോ. അപ്പുറത്തെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നമുക്കിവിടുന്ന് ഇങ്ങോട്ടിറങ്ങിയാൽ ഇവിടെ ഒരു പുഴയിലേക്ക് ഇറങ്ങാവേ. ആ പുഴയിലേക്കൊന്ന് പോയി നോക്കാം. അമ്പലമൊക്കെ കണ്ടോ. അത് അപ്പുറത്തെ കണ്ട അമ്പലമാണ് ഇച്ചിരി കൂടെ കാണാൻ നല്ലത്. മുല്ലപ്പെരിയാർ പുഴയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുഴയുടെ ഭംഗിയൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഒരു പാലമൊക്കെ കാണാവേ. കുറച്ച് പഴക്കമൊക്കെ ഉള്ളൊരു പാലമാണ്. അതേ കൂടെയൊക്കെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയൊക്കെ കടന്നു പോകുന്ന വഴി ആണ് കേട്ടോ. അക്കരെയൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിലേക്ക് പോകണോ, കടയിൽ പോകണോ? എന്നാൽ ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഈ പാലത്തെ കൂടെ കുറച്ച് അപ്പുറം വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഈ പാലമൊക്കെ കാണാൻ ഒരു വേറെ ഒരു രീതിയല്ലേ. ചെറിയ വീതി കുറഞ്ഞ പാലമാണേ. നമ്മുടെ മുല്ലപ്പെരിയാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഈ ഒരു മേഖല നല്ല വീതിക്ക് കയറി വരും കേട്ടോ. മഴയുള്ള സമയത്തൊക്കെ വെള്ളം കയറി വരുമ്പോൾ ഇതിൻ്റെ തീരത്തൂടെയൊക്കെ കണ്ടോ ആ ഒരു പള്ളി, പിന്നെ വീടുകളൊക്കെ ഇരിക്കുന്നത്. പിന്നെ തീരത്ത് തന്നെ വീടുകളൊക്കെ കണ്ടോ. ഈ വെള്ളത്തിലൊക്കെ ഒരുതരം പായലോ പുല്ലോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒഴുകി വണ്ടിപ്പെരിയാർ എന്നിട്ട് അവിടെ നമ്മുടെ ചപ്പാത്ത് ഇടുക്കി അണക്കെട്ടിലോട്ടൊക്കെ ചെന്ന് ചേരുന്ന ഈ പുഴ തന്നെയാണേ. ഇതിൻ്റെ അക്കരെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ തേയില എസ്റ്റേറ്റ് ഉണ്ട്, കാപ്പിത്തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്, കവുങ്ങുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഭാഗത്തോടുള്ള ഈ കാഴ്ചകളൊക്കെ? കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ടേ. അത് ഇച്ചിരി അങ്ങോട്ട് ചെന്നിട്ട് വേണം പോകാനായിട്ട്. ഇനി മുന്നിൽ ചെല്ലുമ്പോൾ ഒരു ചപ്പാത്ത് കിട്ടും. അതിൻ്റെ അപ്പുറം ഒരു അമ്പലമുണ്ട്, പള്ളിയുണ്ട്, പിന്നെ വള്ളക്കടവ് സിറ്റിയുണ്ട്. ഞാനിങ്ങനെ വിശദമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഈ വീഡിയോ വെച്ചിട്ട് നല്ല രീതിയിൽ നീളം കൂടാൻ ചാൻസ് ഉണ്ടേ. അങ്ങനെ നമ്മൾ പുഴയും പാലമൊക്കെ കണ്ടു കേട്ടോ. കറുപ്പ് പാലമാണ് നമ്മൾ കണ്ടിട്ട് വന്നത്. ഈ വഴിസൈഡിലെല്ലാം ഒത്തിരി വീടുകളുണ്ടേ. വലിയ വീടും ചെറിയ വീടും. വീണ്ടും ഗവിക്കൊക്കെയുള്ള ഓഫ് റോഡ് ജീപ്പ്. ഈ പെരിയാറിൻ്റെ തീരത്തോടെ കണ്ടോ ഒത്തിരി വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതാ ഇവിടെ വീട്, ഇതാ ഇവിടെ വീട്. ഇതിനെക്കാട്ടി അടുത്ത് വീടുകൾ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പം കാണാം. ഈ മുല്ലപ്പെരിയാറ്റിൽ വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും അല്ലേ? ഒന്നാലോചിച്ച് നോക്കുന്നുണ്ടോ? ഇപ്പം പുഴ ഇങ്ങനെ വെള്ളം പറ്റിയൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു രൗദ്രഭാവം മഴക്കാലത്തൊക്കെ വരും. ഇവിടുന്ന് നമുക്ക് കുറച്ച് തേയിലക്കാഴ്ചകൾ കണ്ടിട്ട് പോകാം കേട്ടോ. തേയിലക്കാഴ്ചകളൊക്കെ കണ്ടുമടുത്തോ. പക്ഷേ ഈ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. തേയിലക്കാഴ്ചകളുണ്ട്, വീടുകളുണ്ട്, കടകളുണ്ട്, പുഴയുണ്ട്. ഇതാ ഇങ്ങനെ നോക്കി ഇതിനിടയ്ക്കൂടെ ഒരു പുഴ ഒഴുകി വരുന്ന കാണാവേ. ഇതും നമ്മുടെ പെരിയാറിലേക്ക് തന്നെ എത്തുന്നത്. ആ ഒരു മേഖല
കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ നല്ല പച്ചപ്പാട്ടോ. നമ്മൾ ഈ നിന്ന ജംഗ്ഷനിലെ കുറച്ച് വീടുകളും കടകളൊക്കെ ഉണ്ടേ. ഇതും കറുപ്പുപാലം മേഖല തന്നെയാണ്. ഇവിടെയൊക്കെ എന്തോ കാഴ്ചകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടേ. ഗവിക്ക് സത്രത്തിനൊക്കെ പോകുന്ന ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കണ്ട. ഈ സൈഡിലൊക്കെ ഒത്തിരി താമസക്കാരും വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഇട കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് വൈറ്റ് സൈഡിലുള്ളതല്ല. ഇവിടെ ഈ കട കണ്ടോ, കുഞ്ഞു കടയാണേലും കാണാൻ കൊള്ളാം അല്ലേ. ഒത്തിരി സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നെല്ലിക്കയുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, ബേക്കറി സാധനങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലൊരു കെട്ടിടമുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് കയറാൻ ഒരു വഴിയൊന്നുമില്ല. കുറേ മരങ്ങളും ആ പാനയൊക്കെ നിൽക്കുന്നുണ്ടോ. നമ്മുടെ ഇതുകൂട്ട് പനയാണ് കേട്ടോ. ഈ കള്ളി എത്തുന്ന സൈസ് ഒരു തരം പന, നമ്മുടെ തേങ്ങ പോലെയൊക്കെ ഉണ്ടാകുന്നത്. ആ പനയുടെ പേര് പറഞ്ഞു. പാലക്കാടൊക്കെയാണ് അത് കൂടുതലും കാണാറ്. അതിവിടെയും ഉണ്ടേ. ഇവിടെയുണ്ട് ഒരു ചെറിയ പെട്ടിക്കട. പിന്നെ ഇതാ ഈ എസ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട്. ഇതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തേയിലക്കാഴ്ചകൾ കാണാം. നേരത്തെ കണ്ടതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ല ഇതാണ് കേട്ടോ. അതങ്ങനെ കംപ്ലീറ്റ് കാണാൻ വേണ്ടി നമ്മളങ്ങനെ പോകുന്നില്ല. ഇപ്പം നമ്മളെ മുല്ലപ്പെരിയാർ ചപ്പാത്ത് പാലത്തേലാണ് കേട്ടോ. അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാവേ. മുല്ലപ്പെരിയാർ ചപ്പാത്ത് പാലമാണ് കേട്ടോ. ഇത് അധികം പൊക്കമില്ലാത്തൊരു പാലമാണ്. മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി വന്നാൽ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞു കേട്ടോ. പക്ഷേ ഈ അടുത്ത സമയത്തൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൈപിടി കണ്ടോ, സൈഡ് വേലി വെച്ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ വന്ന് ഇടിച്ചിട്ട് അതൊക്കെ പറഞ്ഞു പോകേണ്ടതാണേ. ഒന്നും പോയിട്ടില്ല. മുല്ലയും പെരിയാറും കൂടെ കൂടിയിട്ട് മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണിത്. അങ്ങനെയാണ് മുല്ലപ്പെരിയാർ. ഇതങ്ങനെ ഒഴുകി നമ്മുടെ പെരിയാറ്റിലേക്ക് പോയി ചേരും കേട്ടോ. ഈ കരയിലൊക്കെ എന്തേലും ആൾക്കാരാണ് താമസിക്കുന്നത് നോക്കി. അതാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണിയൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടോ. ഒത്തിരി വീടുകളുണ്ട് ഇതിൻ്റെ തീരത്തൂടെയൊക്കെ. ഇവന്മാർ ഈ വെള്ളത്തിൽ എന്താ പരിപാടി? മീൻപിടുത്തമാണെന്ന് തോന്നുന്നല്ലേ. ഒരു കുറേ പേരുണ്ടേ വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ അവർ നീന്തി തുടിച്ച് നിൽക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ ഈ പാലത്തെ നിൽക്കുവാണേ. ഇടയുണ്ടോയെന്ന് അറിയത്തില്ല. ബസ് അവിടുന്ന് വന്നതുകൊണ്ടോ. PMS ഇപ്പോൾ ഉള്ളൊരു ഓട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പാലത്തിന് ഇട കുറവാണേ. ഇത് പെരിയാർ വള്ളക്കടവ് പോകുന്ന ബസ്സാണ്. ഇവിടങ്ങളിലെ ഈ ചെറിയ വണ്ടി അങ്ങനെ കാണാറുള്ളേ. ഇതൊക്കെ കണ്ടോ, മഴയത്ത് ഇടിഞ്ഞു പോയിട്ട് പ്ലാസ്റ്റിക് ഇട്ട് മണ്ണെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. മുകളിൽ വീടൊക്കെ എല്ലാം കൂടെ പോകുന്നില്ലേ. ഇനിയും നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് വള്ളക്കടവിനെ. നമ്മളിപ്പോൾ പെരിയാറ്റിന് ഏകദേശം പകുതി വഴി ആയതേ ഉള്ളൂ. നമ്മൾ ഈ പോകുന്ന വഴി സൈഡിലൊക്കെ എന്തുമാത്രം വീടുകളാണ് ഉള്ളതെന്ന് നോക്കി. ഇതൊക്കെയാണ് ഈ മുല്ലപ്പെരിയാറിന് വേണ്ടി ഇവിടെ കിടന്ന് മുറവിളി കൂട്ടുന്ന സംഭവങ്ങളൊക്കെ. പെരിയാർ വള്ളക്കടവിലെ പള്ളിയുണ്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലും ഉണ്ടേ. അവിടെ ഏതാ ഒരു ബോഗൺവില്ലയൊക്കെ പൂത്ത് നിൽക്കുന്നു. ഇപ്പം അത്യാവശ്യം എവിടെയൊക്കെ പോയ ബോഗൺവില്ലയൊക്കെ പൂത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ. എൻ്റെ പേര് രാജരത്നം. രത്നം. ആ, ഇവിടെ ഒത്തിരി വർഷമായിട്ട് താമസിക്കുന്നതാണോ? അല്ലേ, ഞാൻ എസ്റ്റേറ്റിനകത്താണ്. എസ്റ്റേറ്റിനകത്താ അല്ലേ? ആ, പിന്നെ തയ്യലാണോ? തയ്യൽ. ആ, തുണിയൊക്കെ തയ്ക്കും അല്ലേ? ആ, ഞാനില്ല ഇങ്ങനെ വന്നപ്പോൾ ഭംഗിയുണ്ടല്ലോ ഇവിടെ സ്ഥലമൊക്കെ ഇങ്ങനെ കാണാൻ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോകാൻ. വള്ളക്കടവ് സിറ്റി വരെ ഞാൻ കട്ടപ്പനയാണ്. ആ, അങ്ങനെ വന്നപ്പോൾ ഉള്ള ആൾക്കാരെ കാണുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു ഒക്കെ പോവാലോ, അങ്ങനെ വിചാരിച്ചു. പേരെന്താണ്? എൻ്റെ പേര് ബിനോയ്. ആ, ഓക്കെ. നമുക്കിവിടെ ഇറങ്ങി കാണാനൊക്കെയാണ് കുറേ സ്ഥലങ്ങളും കൂടെ ഇനി ഉണ്ട്. പക്ഷെ നമ്മളതിന് ഇറങ്ങി കാണുന്നില്ല. കാരണം വെച്ചാൽ സമയക്കുറവായതുകൊണ്ടാണ്. ഇപ്പം തന്നെ മണി 4 അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മൾ വള്ളക്കടവിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലൈബ്രറിയൊക്കെ കാണാമേ. വനദർശൻ ലൈബ്രറി ഇതുണ്ട്. ഇവിടെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാം. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടും
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നമുക്കും അത്യാവശ്യം കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ വേണേൽ പോകാം കേട്ടോ. പ്ലാമൂട് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമായതേ. ഇതൊക്കെ ഒരു നല്ല പരിപാടിയാണ്. വള്ളക്കടവിന് ഇനിയും കുറച്ചുകൂടി ദൂരമാണ് കേട്ടോ. ഇതും പ്ലാമൂട് എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ടേ. ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ മുകളിലോട്ടൊന്ന് കയറി പോയി നോക്കിയാലോ. പിന്നെ മുന്നോട്ട് കിടക്കുന്ന വഴി വള്ളക്കടവിനാണ്. കണ്ടോ, ഇവിടെ ഒരു നല്ല മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടേ. നമുക്ക് കുറച്ച് ആ സൈഡിൽ കൂടെ ഒന്ന് കയറി പോയി നോക്കിയിട്ട് വരാവേ. ഒരു വനത്തിനുള്ളിൽ പോലെ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് നല്ലൊരു വനഭംഗിയൊക്കെ ഉണ്ടേ. നമുക്കിവിടുന്ന് ഇങ്ങനെ കാണാവേ. നമുക്ക് അകത്തോട്ടൊന്നും കയറണ്ടല്ലോ, പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ലതാണ്. എങ്ങനെയുണ്ട് വള്ളക്കടവിലെ അയ്യപ്പ ക്ഷേത്രം? ഈ താഴോട്ട് നല്ല കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് താഴെ കൂടെയാണ് മുല്ലപ്പെരിയാർ പുഴ ഒഴുകി പോകുന്നത്. പുഴയുടെ തീരത്ത് കണ്ടോ, അവിടെ എല്ലാം ഒരുപാട് വീട്. തൊട്ട് താഴെ പുഴയാണേ. ഇവിടെ ഒരു പഴയ കെട്ടിടം കണ്ടോ, ഒരു പഴയ ടെലിഫോൺ ബൂത്തായിരുന്നു കേട്ടോ. STD ISD എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ആദ്യകാലത്ത് ഈ സംഭവമൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? എന്തായാലും ഇതിങ്ങനെ ബാക്കിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ വരുമ്പോൾ കാണാം. വള്ളക്കടവ് സിറ്റിയിലേക്ക് ഇനി കുറച്ച് ദൂരം മാത്രം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് മുല്ലപ്പെരിയാർ പുഴയൊക്കെ കാണാം കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ പുഴയിലുണ്ടേ. അങ്ങോട്ട് ഇറങ്ങിപ്പോയാലും ഈ കാണുന്ന പോലെയൊക്കെ തന്നെ കാണാനുള്ളൂ. പക്ഷേ നല്ല വനഭംഗിയാണ്. ആ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങേ മോളിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ. മുല്ലയും പെരിയാറും കൂടെ കൂടി ആ മലകളുടെ അപ്പുറത്താണ് കേട്ടോ മുല്ലപ്പെരിയാർ ഡാമുള്ളത്. കുറേ ദൂരം കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കണം, എന്നാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. നമ്മളിവിടെ 2 ഡ്രൈവർ ചേട്ടന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പേരെന്നാ? ഹനീഫ്. ചേട്ടൻ്റെയോ? ഈ ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒക്കെ എങ്ങനെയാണ്? എവിടെ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ കുമളിയിൽ നിന്ന് വരുന്നത്. ഈ ടൂറിസ്റ്റ് വരുന്നവരെ ഈ ഓഫ് റോഡ് പോയി സത്രം എന്ന സ്ഥലമുണ്ട്. സത്രം 7 കിലോമീറ്റർ ഓഫ് റോഡാണ്. അത് ഞങ്ങളുടെ ഫാമിലിയെ പോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോയി തിരിച്ചു 3 മണിക്കൂർ 3.5 മണിക്കൂർ വരും അല്ലേ? അപ്പോൾ അതിന് എത്രയാണ് ചാർജ് ഒക്കെ വരുന്നത്? ഞങ്ങൾ 2000 രൂപ ചാർജ് ചെയ്യുന്നത്. 2000 രൂപ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. ഈ ജീപ്പിൽ എത്ര പേരാണ് കയറുന്നത്? 6 പേരല്ലേ? അതായത് ഞങ്ങൾക്ക് റേറ്റ് കുറവ്. ഡയറക്റ്റ് വന്നാൽ 2000 രൂപ ഉള്ളൂ. ഇത് അവർ വേറെ ആരും ഏജന്റ് ഉണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണ്ടേ. നമുക്ക് 2000 രൂപ വാടക നേരിട്ട് വന്നാൽ. ഒരു ഓഫീസിൽ ഇപ്പോൾ 3500 ആകും. അപ്പോൾ അതൊക്കെ വേറെ സെയിം ട്രിപ്പാണ്. യാതൊരു ഇവര് 3 മണിക്കൂർ കൊടുത്താൽ 4 മണിക്കൂർ കൊടുക്കും. 4 മണിക്കൂർ കൊടുക്കും അല്ലേ? അപ്പം ഈ നേരെ സത്രം വരെയാണ് പോകുന്നത് അല്ലേ? സത്രം വരെ പോയി കറങ്ങി അപ്പുറത്തൂടെ ഈ പുള്ളി ഒരു പാർട്ടി നേതാവ് കൊള്ളാന്ന് വെച്ചു. ആണല്ലേ? പേരാ സാറേ, ഞാനൊരു യൂട്യൂബ് ചാനലിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുവരുമായിരുന്നു. സജീവ് അല്ലേ? ഇവിടെയാണോ? കുമളിയല്ലോ അല്ലേ? ടൂറിസത്തിന്റെ പരിപാടിയാണോ? അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കാന്നൊക്കെ വിചാരിച്ചാൽ ഞാനും കൂടി ഇതും കൂടെ ഒന്ന് ഉൾക്കൊള്ളിച്ചേക്കാന്ന് വിചാരിച്ചേ. സത്രം എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ഓഫ് റോഡ് ഡ്രൈവാണ്. കുമളിയിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ലൊരു എൻജോയ്മെന്റ് ആണ്. ഓഫ് റോഡ് ഡ്രൈവാണ്. മൃഗങ്ങളെയൊക്കെ കാണാം. ആന, കാട്ടുപോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ കാണാം. ഒത്തിരി പരിപാടിയുണ്ട്. നല്ല വ്യൂ പോയിന്റും ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ കയറി പോകണമെങ്കിൽ ഗവിയിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ ജീപ്പിന് പോകും. ഒരാൾക്ക് 1850 രൂപ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ പാക്കേജിൽ പോകാം. അതായത് ടൂറിസത്തിന് ഗവൺമെന്റിന്റെ പാക്കേജാണ്. അത് ഇവിടുന്ന് എടുക്കണം. ഇവിടുന്ന് വള്ളക്കടവ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് എടുക്കണം അല്ലേ? അല്ല, വള്ളക്കടവ് KFDCയുടെ ഓഫീസുണ്ട്. അവിടുന്ന് എടുക്കണം അല്ലേ? അത് എത്ര സമയം പിടിക്കും പോയി വരാൻ? ഫോറസ്റ്റിന്റെ എൻട്രി പാസ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി പോകണം. അവിടെ പോയാൽ 3 മണിക്കൂർ ട്രെക്കിംഗ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജീപ്പിന് പോരും അല്ലേ? ഇതെല്ലാം കൂടെ എത്ര ടൈം പിടിക്കും? രാവിലെ പോയാൽ മോർണിംഗ് 6 ഈവനിങ് 6 ഒക്കെ ആവും. രാവിലെ പോയാൽ വൈകുന്നേരം 6 മണിയാവും തിരിച്ചു വരും. ശരി. അത് അവർ സ്പെൻഡ് ചെയ്യുന്ന പോലെ കേട്ടോ. അവർ പോയിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരും. നമ്മൾ ടൈം കൊടുക്കും. വരുന്ന ഗസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അത് വന്നു കഴിക്കാൻ മാനുവൽസ് ഉറപ്പാണ്. ഉറപ്പായിട്ട് കാണാൻ കിട്ടും. 4 മണിക്കൂർ പോയാൽ മിക്കവാറും കാട്ടുപോത്തും ആന ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കിട്ടും. ശരിയാണ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ? വെയിറ്റിംഗ് ഷെഡ് ഗവി റോഡ് വള്ളക്കടവ്. ജീപ്പ് സവാരിയുടെ എല്ലാം കൂടെ കൂടിയുള്ളൊരു പരസ്യം എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജീപ്പ് സവാരിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് വേണേൽ വിളിച്ചു പോകാം, അല്ലെങ്കിൽ കുമളിയിൽ നിന്ന് വരാം.
എവിടുന്ന് വേണേലും വരാം. ഇപ്പം നമ്മൾ വള്ളക്കടവ് സിറ്റിയിലെത്തി കേട്ടോ. കുറച്ച് കടകളും നല്ല മനോഹരമായൊരു പള്ളിയും ഒക്കെയാണ്. ഇവിടെ കുറേയധികം ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ അക്കരയും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്കാണ് സത്രമൊക്കെ കയറി പോകുന്നത്. കാണാൻ നല്ല രസമുള്ള ഒരു ചെറിയ സിറ്റിയാണ് വള്ളക്കടവ്. കടകളൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുവാന്ന് തോന്നുന്നു. അതെല്ലേ എന്നാണ്? ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പുറത്തൊരു കടയൊക്കെ തുറന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പള്ളി കാണാം. പള്ളി ഒത്തിരി ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് മുന്നോട്ടൊരു വഴിയുണ്ട്. അതാണ് ഗവിക്കൊക്കെ പോകുന്ന റോഡ്. നമുക്ക് കുറച്ച് ഭാഗം അങ്ങോട്ടൊന്ന് പോയിട്ട് വരാവേ. ഇതിലെ അങ്ങ് എസ്റ്റേറ്റിൻ്റെ അകത്തോടെ കയറിയിട്ടാണ് സത്രത്തിലേക്കൊക്കെ പോകുന്ന വഴി. ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. വള്ളക്കടവിനൊക്കെ പോകുന്ന വഴിയുണ്ടോ? വള്ളക്കടവ് 8-ാം നമ്പർ 9-ാം നമ്പറൊക്കെ ഈ വഴിക്കാണ്. ഇതിലെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഗവിയിലേക്കുള്ള വഴി. അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് കാണാം. ഒരു ദിവസം ഏതാണ്ട് ഒരു 30 വണ്ടിയൊക്കെ കടത്തി വിടുള്ളൂ കേട്ടോ. പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ടും മാങ്ങാമൊഴി ആവാത്തം കണ്ടാണ് ഒരു ചെക്ക് പോസ്റ്റുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ളത്. ഇവിടെ നിന്നാണ് ഗവി ടൂറിസത്തിൻ്റെ പാക്കേജൊക്കെ എടുക്കുന്നത്. അപ്പം ഈ വഴിക്ക് നമ്മൾ നേരത്തെ പോയിട്ടുള്ള വഴിയൊക്കെയാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ കാണാൻ വേറൊരു ഭംഗിയുണ്ട് കേട്ടോ. ഭംഗിയെന്നോ അങ്ങനെയൊക്കെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കാതെ നമുക്ക് ഒരു വീഡിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇതുവഴിയേ ഗവിക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? അത് തുറന്ന് ടിക്കറ്റ് എടുത്ത് വേണം കയറിപ്പോകാൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗവിക്കൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 320 ടിക്കറ്റാണ്. അപ്പം 10 പേരുണ്ടെങ്കിൽ സവാരി ഉണ്ടായിരിക്കുന്നതാണ്. കുറച്ച് ആൾക്കാരില്ല, മിനിമം 10 പേരെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗേറ്റൊക്കെ കടന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം. രാവിലെ സമയത്തൊക്കെ കാണാൻ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത വഴി നമുക്ക് ഈ കടയിൽ കയറി ചായ കുടിക്കാം. ഒരു വിത്തൗട്ട് ചായ ലൈറ്റായിട്ട്. ചായക്ക് കടികളൊക്കെ പരിപ്പുവട, ഉള്ളിവട, ബോണ്ട എന്തെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കാം. ഇന്നേക്ക് കൊടുക്കണം, നാളേക്ക് ഒരു ചായ കേട്ടാൽ കൊടുക്കണം. ഇന്ന് റൊക്കം നാളെ കടം അപ്പടി എങ്ക പോയിട്ട് വന്നേ? പോണം. ശരി, അപ്പം നമുക്ക് ചായ വന്നു കേട്ടോ. വിത്തൗട്ടല്ലേ? ആ, പേരെന്നാ? ഖാദർ. ഇവിടെ തന്നെ? ഓക്കെ. അയ്യാവോടെ പേരെന്നാ? അയ്യാവോടെ പേരെന്നാ? ആ, ചൊക്കലിംഗം. എങ്കേ താമസം? ആ, 8-ാം നമ്പർ എസ്റ്റേറ്റിലോ? ആ, ശരി. അപ്പോൾ ഒരു ലൈറ്റ് ചായ വിത്തൗട്ട് അത് ഞാൻ മേടിച്ചു കേട്ടോ. ഒരു പരിപ്പൂടയും കൂടെ ഉണ്ട്. അതേ ഇരിക്കുന്നു പരിപ്പൂട ഉണ്ടോ, അതും കഴിക്കണം. അപ്പം ഇവിടെ തന്നെ ഞാൻ ഇതെടുക്കുന്നതൊക്കെ കണ്ടോണ്ട് ഇവിടെ ഒരു അയ്യാവും അമ്മാവൊക്കെ ഇരിപ്പുണ്ടേ. അമ്മാവ് അപ്പുറം ഇരിക്കുന്നു, ഞാൻ കാണിച്ചില്ലേ ആദ്യം ഉണ്ടോ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നമ്മൾ ചെറിയ മേലെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചെറുകടിയൊക്കെ കഴിച്ച് പോവാല്ലേ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ ഇവിടെ മറ്റൊരു കടയും കൂടെ ഉണ്ടേ. പേരെന്നാണ്? തങ്കരാജ്. ഞാനിവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അന്നേരം ഇതെല്ലാം ഒന്ന് എടുത്ത് പോയേക്കെന്ന് വിചാരിച്ചു. ശരി. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ഇടസിറ്റികളാണ് കേട്ടോ കാണാൻ നല്ലത്. ഒത്തിരി വലിയ കെട്ടിടങ്ങളോ നിർമ്മാണങ്ങളോ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പെരിയാർ വള്ളക്കടവിലേക്കായിരുന്നു കേട്ടോ. വന്ന വഴിക്കുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ട് പോരുക കേട്ടോ.
അപ്പം ഇവിടെ വന്നാൽ കണ്ടോ ബാക്കിലായിട്ട് നമുക്ക് ഗവിക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.